ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നല്ലൊരു മോർണിംഗ് വ്ലോഗാണ്. രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 6 ആയ സമയത്ത് എണീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളും പല്ലുതേപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഞാൻ കുറച്ച് നേരം മുറ്റത്തേക്ക് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ കുറച്ച് ചെടികളിലൊക്കെ അങ്ങനെ മഴയൊക്കെ പെയ്തിട്ട് വെള്ളമൊക്കെ നിൽക്കുന്നതൊക്കെ കണ്ട് അങ്ങനെ നടന്നു. പിന്നെ പേപ്പറും കൂടെ എടുത്തിട്ട് അകത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങി വയ്യപ്പുറത്തേക്ക് ഇറങ്ങിയിട്ട്, വയ്യപ്പുറത്ത് ഞങ്ങൾ പറയാം ബാക്ക് സൈഡിലേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് അവിടെ നിന്ന് ഒന്ന് അടിച്ചു വരാനൊക്കെ ഉണ്ട്. കുറച്ച് ചപ്പും കാര്യങ്ങളൊക്കെ തൊഴിഞ്ഞിട്ടൊക്കെ ഉണ്ടതിന്. തലേദിവസം നല്ല മഴയൊക്കെ പെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത്യാവശ്യം ചപ്പെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ചപ്പ് എന്ന് പറഞ്ഞാൽ ഇലകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ മുറ്റത്ത് കുറച്ച് പുല്ലെല്ലാം പൊടിച്ചിനേനും. കുഞ്ഞു കുഞ്ഞു പുല്ലുണ്ടല്ലോ, അതിങ്ങനെ പൊടിച്ച് വരും മഴ സമയത്ത്. അപ്പോൾ ഞാനിങ്ങനെ അഴിച്ചു വരുമ്പം ഇങ്ങനെ പറിച്ചിങ്ങനെ എടുക്കലാണ്. ഒരുപാടൊന്നും ഉണ്ടാവില്ല, ചെറിയ ചെറിയ പുല്ലായിട്ട്. പിന്നെ പറമ്പത്തേക്കിങ്ങനെ നോക്കണ്ട, അത്യാവശ്യം നന്നായിട്ട് പുല്ല് വന്നിട്ടുണ്ട്. ഇനിയിപ്പം മഴയൊക്കെ ഒന്ന് പോയിട്ട് വേണം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ. ഏതായാലും മുറ്റം അങ്ങ് ക്ലീനാക്കി എടുക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അടിച്ചു വാരി മുറ്റം ഒന്ന് ബാക്ക് സൈഡ് ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ സൈഡും ഒന്ന് അടിച്ചു വരുന്നുണ്ട്. ഫ്രണ്ടിൽ പിന്നെ അത്ര ഇലകളും കാര്യങ്ങളൊന്നും തൊയ്യാനില്ല. കാരണം എന്താ വെച്ചാൽ വലിയ മരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് ബാക്ക് സൈഡിലാണ് പിന്നെയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുക, പിന്നെ സൈഡിലും. അപ്പോൾ ഞാൻ ആ 2 സൈഡും ഒന്ന് അടിച്ചു വരിയിട്ടുണ്ട്. ഫ്രണ്ട് ഞാൻ പിന്നെ ചപ്പല കാണുന്ന സമയത്ത് അങ്ങനെ പിന്നെ വൃത്തിയാക്കലാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ അത്യാവശ്യം മണ്ണും ചെളിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കൈ കഴുകിയതിന് ശേഷം ഹാൻഡ് വാഷ് ഇട്ടിട്ട് അകത്ത് വന്നിട്ട് കൈ കഴുകുക ചെയ്യുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. കയ്യെല്ലാം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഞാനിതാ പിന്നെ നമ്മൾ പാത്രങ്ങളുണ്ടല്ലോ, കഴുകി വെച്ച് തലേദിവസം കഴുകി വെച്ച പാത്രങ്ങളാണ്, അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി അതാത് സ്ഥാനത്ത് കൊണ്ടുവച്ച്. അങ്ങനെ ആകുമ്പോഴേ എനിക്ക് ആ പാത്രത്തിലേക്ക് ഇപ്പം നമ്മൾ കുക്ക് ചെയ്യുമ്പോഴൊക്കെ പാത്രം വരുമല്ലോ കഴുകാനായിട്ട്, അപ്പോൾ അത് വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് എല്ലാ അതാത് സ്ഥാനത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പം ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ പിന്നെ നമ്മുടെ മസാല ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങും എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ മോനെ പൊരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങും കൂടെ എക്സ്ട്രാ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പൊരിക്കാനും പിന്നെ നമ്മളെ മസാല ദോശയ്ക്കുള്ള ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങും കൂടിയാണ് എടുത്ത് വെച്ചത്. ഞാനൊന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഉരുളക്കിഴങ്ങ് ഞാൻ ഓവനിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് പുഴുങ്ങിയെടുക്കുകയാണ്. അപ്പോൾ ഒന്ന് ഇങ്ങനെ ഈ ഒരു കത്തി വെച്ച് നന്നായിട്ടൊന്ന് കുത്തി കൊടുത്തതിന് ശേഷം പ്ലെയിനായിട്ട് തന്നെ അങ്ങനെ ഓവനിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. സാധാരണ പിന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കൂലേ, ആ ഒരു ഇതിൽ കിട്ടും. അപ്പം ഞാൻ പിന്നെ ഇനി വെള്ളമൊന്നും വെച്ചിട്ട് കുക്കറിൽ വെക്കണ്ടല്ലോ, ഒരു ഉരുളക്കിഴങ്ങ് ഞങ്ങൾക്കിപ്പം കഴിക്കാനായിട്ട് ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മസാല തന്നെ മതിയാവും, വലിയ ഉരുളക്കിഴങ്ങിനെ. അപ്പം ഞാനേതായാലും അത് ഓവനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ തേങ്ങയും മീനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ് ഫ്രീസറിൽ നിന്ന്. തേങ്ങ ഞാൻ തലേദിവസം അങ്ങനെ ചിരകി വെക്കും. തലേദിവസമോ 2 ദിവസം മുന്നിട്ടോ അങ്ങനെ ചിരകി വെക്കും. ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ 2 ദിവസം മുന്നിട്ട് ചിരവി വെച്ചാൽ ഇന്നത്തേക്ക് വരെ എത്താനുള്ളൊക്കെ തേങ്ങ ഉണ്ടാവും. പിന്നെ അങ്ങനെ തേങ്ങ തീരുമ്പോൾ അങ്ങനെ പിന്നെ ചെയ്തെടുക്കലാണ്. അപ്പോൾ ഞാനിതാ പൊട്ടറ്റോ ഒന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കുറച്ച് നമ്മൾ വെള്ളത്തിലിട്ട് പുഴുങ്ങുന്നതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ ഓവനിൽ വെച്ചിട്ട് ചുട്ടെടുക്കുമ്പോൾ എനിക്ക് കിട്ടലുണ്ട്. അപ്പോൾ ഞാനിതാ കടുകും ഉഴുന്നും ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന മസാലേൻ്റെ രീതിയാണ് കാണിക്കുന്നത്. നമ്മളെ മസാല ദോശേൻ്റെ മസാല ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഇഞ്ചി ഉണ്ടല്ലോ, അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പച്ചമുളകാണ് ഇതിൻ്റെ എരിവിൻ്റെ എരിവ് കൊടുക്കുന്ന സംഭവം. അപ്പം ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ ഒരു സവാള നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു പൊട്ടറ്റോ ഒരു സവാള അങ്ങനെയാണ് എടുത്തത്. പിന്നെ നമുക്കുള്ള മസാല അത്ര മതിയാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓവറായിട്ട് ഉണ്ടാക്കാത്തത്. പിന്നെ ഞാനും മക്കൾക്ക് മാത്രമുള്ള അതേ ഫുഡേ വേണ്ടുള്ളൂ. ഏട്ടൻ രാവിലെ പോവും, 4 മണിക്ക് പോവും. അപ്പോൾ അതുകൊണ്ട് ഏട്ടനുള്ള ഫുഡ് വേണ്ട. അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദോശയ്ക്ക് മസാല ദോശേൻ്റെ ചട്നി അരക്കുകയാണ്. സാധാരണ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും ഇട്ടിട്ടാണ് ഞാൻ ചട്നി അരയ്ക്കുന്നത്. അതിലേക്ക് ഞാൻ പുളിയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതാ മസാല ദോശയുടെ ഒരു ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട്
ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കുകയാണ്. തിളച്ച് കഴിഞ്ഞ സമയത്ത് ഞാൻ നമ്മളെ പൊട്ടറ്റോ ഉണ്ടല്ലോ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ചൊന്ന് ഉടച്ചെടുത്തതാണ്. അപ്പോൾ അതൊന്ന് ഞാൻ നമ്മുടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് മിക്സാക്കി ആ ഒരു ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പാകമാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, ഓൾറെഡി ചേർത്തതിനെ കൊണ്ട് തന്നെ. അപ്പോൾ നമ്മുടെ മസാല ദോശേൻ്റെ മസാല അവിടെ റെഡിയായി. അപ്പോൾ ഞാൻ ഈ സൈഡിലൊന്ന് ചോറ് കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് റൈസ് കുക്കറിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഞാൻ റൈസ് കുക്കറിലാണ് ചോറ് വെക്കൽ, ചില സമയം അടുപ്പിലും വെക്കും. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മളെ ചട്നി അവിടെ റെഡിയായി. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ കടുകൊന്ന് തളിച്ചിടാമെന്ന് വിചാരിച്ചു. കടുക് കളിക്കുന്നതിന് കുറച്ച് ചെറിയുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ചെറിയുള്ളീൻ്റെ പണ്ടൊക്കെ എനിക്ക് ചെറിയുള്ളീൻ്റെ ഒരു വറുത്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല. ഞാൻ ചിലപ്പോൾ അമ്മയൊരു വഴക്കുണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ആ ഒരു ചെറിയുള്ളീൻ്റെ ഫ്ലേവറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊന്നും പണ്ടത്തെ അനിഷ്ടങ്ങളൊക്കെ ഇപ്പോഴത്തെ ഇഷ്ടങ്ങളാണ് ശരിക്കും. ഞാനങ്ങനെ വിചാരിക്കലുണ്ട്, എന്തുകൊണ്ട് എനിക്കത് പണ്ട് ഇഷ്ടമല്ല ഇപ്പം എനിക്കങ്ങനെ ഇഷ്ടമായി എന്നൊക്കെ ഞാൻ വിചാരിക്കലുണ്ട്. എന്തോ നമ്മളെ പ്രായം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ചിലപ്പം മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം നിങ്ങളങ്ങനെയാണോ? അങ്ങനെയുള്ളവരുണ്ടേ ഒന്ന് കമൻറ്റ് ചെയ്യണേ, നമുക്കറിയാമല്ലോ ഞാൻ എന്നെപ്പോലെയുള്ള ആൾക്കാരുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ ഏതായാലും ഇത് മോന് വേണ്ടിയിട്ട് പൊട്ടറ്റോ ഫ്രൈ ചെയ്യാനുള്ളതാണ്. നമ്മുടെ ഉരുളക്കിഴങ്ങ് പൊരിച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. അവന് ഭയങ്കര ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ് മസാലയൊക്കെ പുരട്ടിയിട്ട് അങ്ങനെ പൊരിച്ചെടുക്കുന്നത്. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒരു അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മസാലയായിട്ട് ഞാൻ മുളക് പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ ഇത് ഗരം മസാലയാണ്, പിന്നെ ഇത് ചാട്ട് മസാലയാണ്. അതിൻ്റെ കൂടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചാട്ട് മസാലേൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്, മോന് ഇഷ്ടമാണ് ഈ ഒരു ഫ്ലേവർ. അപ്പം ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് പുരട്ടി എടുത്തിട്ടുണ്ട്. ആ മസാല ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇത് ഉരുളക്കിഴങ്ങിലേക്ക് പുരട്ടി വെക്കുകയാണ്. ഇത് ഞാനിപ്പോൾ അധിക സമയം പുറത്തേക്ക് വെക്കുന്നില്ല, കാരണം കുറച്ച് വെള്ളം വരാനുള്ള സാധ്യതയുണ്ട് അതിന്ന് ഉരുളക്കിഴങ്ങിൽ നിന്ന്. അപ്പോൾ മസാലയൊക്കെ ഒന്ന് പുറത്തേക്ക് പോകും, ആ വെള്ളത്തിലേക്ക് പോകും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ നമ്മുടെ വെളിച്ചെണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇത് മോനെ സ്കൂളിൽ കൊണ്ടുപോകാനാണ്, പഴംപൊരിച്ചാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു പഴംപൊരി വേണമെന്നുള്ളൊരു പൂതി. അപ്പം ഇന്ന് കൊണ്ടുപോകാൻ പഴംപൊരി സ്നാക്സായിട്ട് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പഴം ഒന്ന് കട്ട് ചെയ്ത് മോന് മാത്രം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതാ പിന്നെ ഇന്ന് ഒരാൾ സ്കൂളിൽ പോകുന്നില്ല, ഇളയാൾ സ്കൂളിൽ പോകുന്നില്ല. ആൾക്ക് ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഓനെ വിടുന്നില്ല. മുത്താക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചായയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അല്ല സ്നാക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാനൊരു പാൻ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു പൊട്ടറ്റോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഓയിലിൽ മുക്കി പൊരിക്കുന്നതല്ല, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അത് തിരിച്ചിട്ട് മറിച്ചിട്ട് അങ്ങനെ പൊരിച്ചെടുക്കുകയാണ്. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കൂടെ മസാല ദോശയും കൂടി ഉണ്ടാക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അവർ രണ്ടാളും കുളിച്ച് റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ അതിനൊക്കെ പോകുന്നുണ്ടെങ്കിലും അതൊന്ന് ഷൂട്ട് ചെയ്യാൻ നിന്നാൽ ചിലപ്പം നമ്മുടെ ആകെ തളം തെറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അതിനൊന്നും നിന്നിട്ടില്ല. അപ്പം മക്കൾ ചായ കുടിക്കുകയാണ്. അപ്പോൾ ചായയൊന്നും വേണ്ട, വെള്ളമാണ് വേണ്ടതെന്ന് പറഞ്ഞതിനെ കൊണ്ട് രണ്ടാൾക്കും വെള്ളമാണ് എടുത്തത്. അപ്പോൾ ഞാൻ മക്കളെയൊക്കെ കൊണ്ടാക്കി വന്നിട്ടുണ്ട്. രാവിലത്തെ തിരക്കറിയാമല്ലോ, അതുകൊണ്ട് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ മക്കളെയൊക്കെ കൊണ്ടാക്കി വന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ പിന്നെ മസാല ദോശയൊക്കെ സെറ്റാക്കി എടുക്കുന്നത്. പിന്നെ ചൂടോട് കൂടി കഴിക്കണമെങ്കിൽ പിന്നെ ആ ഒരു സമയത്താക്കുമ്പോഴല്ലേ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഞാനതുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ ദോശയൊക്കെ ഇങ്ങനെ ചുട്ടെടുക്കുകയാണ്. പിന്നെ എനിക്ക് പൊതുവേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചൂടോട് കഴിക്കുന്നത് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ രാവിലെ ആക്കി വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഏതായാലും അത് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എനിക്കുള്ള ചായയും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ രാവിലെ എണീച്ച പാടുള്ള ചായ കൂടി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഒരു ചായ കുടിക്കും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഓവനിലാണ് വെക്കുന്നത്. പിന്നെ ഇതാകുമ്പം പിന്നെ ഏതായാലും എനിക്കൊരു ഗ്ലാസ്സല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈലങ്ങ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നായി കിട്ടുമല്ലോ. പിന്നെ വലിയ പാത്രങ്ങളും കാര്യങ്ങളും എടുക്കാൻ വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ചായയും പാലും പഞ്ചസാരയും ചായപ്പൊടിയും വെള്ളം ഒഴിച്ചിട്ട് ഓവനിലൊരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ചായ സെറ്റായി. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ട് നല്ല കടുപ്പം വരും, നല്ല ചായ ആയിരിക്കും, നല്ല ചൂടും ഉണ്ടാവും. അപ്പോൾ ഞാനേതായാലും ചായ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം സമാധാനമായിട്ട് പോയിരുന്ന് ചായ കുടിക്കലാണേ. എനിക്ക് ഇങ്ങനെ കുറച്ച് സമയമെടുത്ത് അങ്ങനെ മെല്ലെ ചായ കുടിക്കാനാണ് ഇഷ്ടം, ആസ്വദിച്ച് കഴിക്കാനാണ് പൊതുവെ ഇഷ്ടം. ഏട്ടനങ്ങനെയല്ല, ഏട്ടന് ഭക്ഷണം കഴിക്കലൊക്കെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ പിന്നെ പരിപാടി കഴിയും. ഞാൻ കുറച്ച് സമയം എടുത്തേ കഴിക്കുള്ളൂ. ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. പിന്നെ ഏട്ടൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞാലും എൻ്റെ കൂടെ ഇരിക്കും, ഞാൻ ഫുഡ് കഴിക്കുന്നതുവരെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇന്നിപ്പം ഞാൻ ഏതായാലും ഒറ്റയ്ക്കാണല്ലോ,
അപ്പോൾ ഏതായാലും ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ആ ടേബിളൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. മക്കൾ പോയ സമയത്ത് പിന്നെ രാവിലെ ക്ലീൻ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനത് ഫുഡ് കഴിച്ചതിന് ശേഷമാണിപ്പോൾ നല്ല വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ട് വെക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ചായൻ്റെ ആക്കിയ പാത്രങ്ങളും കുടിച്ച പാത്രങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടേനും. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകി കളയട്ടെന്ന് വെച്ചു. സിങ്ക് അത്യാവശ്യം നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് തന്നെ കഴുകി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാത്രങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. ഇനിയിപ്പം അത് കഴുകിയതിന് ശേഷം മാത്രമേ ഞാൻ ചോറിൻ്റെ പരിപാടിയൊക്കെ നോക്കുന്നുള്ളൂ. അപ്പോൾ ചോറ് ഏതായാലും റൈസ് കുക്കറിൽ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു സിമ്പിൾ കറിയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ പരിപ്പ് കറി ഉണ്ടല്ലോ, പരിപ്പും തക്കാളിയും ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള പരിപ്പിൻ്റെ ആ ഒരു കറി. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കലാണ്. അപ്പോൾ ഏതായാലും നമ്മുടെ കറീൻ്റെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ തേങ്ങ ഒന്ന് അരച്ചെടുക്കുകയേ വേണ്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് മീനുണ്ടേന്, അപ്പോൾ അതൊന്ന് മസാല പുരട്ടി ഒന്ന് പൊരിക്കാനിട്ടിട്ടുണ്ട്. മത്തിയും അതേപോലെ തന്നെ നമ്മുടെ നത്തോലി ഉണ്ടല്ലോ, അതുമാണ് ഉള്ള. അപ്പോൾ അതൊന്ന് പൊരിക്കാനിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ കറിയൊക്കെ വെന്ത് വന്നു, നമ്മുടെ പരിപ്പൊക്കെ വെന്ത് വന്നു. അപ്പോൾ ആ ഒരു സമയത്ത് തേങ്ങ ഞാൻ അരച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ ഓൾറെഡി നമ്മൾ ചിരവി വെച്ചതിനെ കൊണ്ട് വലിയ തേങ്ങ ചിരവി പരിപാടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാ കറിയും മീൻ പൊരിച്ചത് അവിടെ സെറ്റായി. ഇനിയിപ്പോൾ കറിയിലേക്കൊന്ന് കടുകും കൂടെ തളിച്ച് ഒഴിക്കുന്നുണ്ട്. കടുകും കറിവേപ്പിലയും പിന്നെ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പം ഞാനിത് പിന്നെ അതൊന്ന് തളിച്ച് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറിയും പിന്നെ അതേപോലെ തന്നെ മീൻ പൊരിച്ചതൊക്കെ സെറ്റായി. പിന്നെ കുറച്ചും കൂടെ നത്തലയുടെ ബാക്കിയുണ്ട്. അപ്പോൾ അത് ഞാൻ ഏതായാലും പിന്നെ നാളത്തേക്കൊന്ന് വെക്കണ്ടെന്ന് വിചാരിച്ചു. ഒരു ഉടായ്പ പീര ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മോനൊന്ന് കാണിക്കാൻ പോകണം ഡോക്ടറെ. അപ്പോൾ ഏതായാലും ഇതും കൂടെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് വരാൻ പറ്റുകയെന്ന് അറിയില്ലല്ലോ. ലേറ്റ് ആവുകയാണെങ്കിൽ വന്ന് ഫുഡ് കഴിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതും കൂടെ അങ്ങ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ക്ലീനിങ് കൂടെ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഏതായാലും നമ്മുടെ മീൻ ഒന്ന് പീര വറ്റിക്കുന്നുണ്ട്. തേങ്ങാപ്പീരയൊക്കെ ഇട്ടുള്ളൊരു സംഭവമില്ലേ, അത് ചെയ്തെടുക്കുന്നുണ്ട്. ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്തെടുക്കുന്നത്. കുറച്ചും കൂടെ പിന്നെ ആർഭാടായിട്ടും ചെയ്തെടുക്കാൻ പറ്റും. അധികം സമയം സ്പെൻഡ് ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി. ഞാൻ കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അതങ്ങനെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇതായി വരട്ടെ. അപ്പോഴത്തേക്കും ഞാൻ സിങ്കലൊന്ന് ക്ലീൻ ചെയ്യുകയാണ്. ഞാൻ ഈ ബ്രഷ് വെച്ചിട്ടാണ് സിങ്കലൊന്ന് ക്ലീൻ ചെയ്യൽ. അപ്പോഴത്തേക്ക് നമ്മുടെ പിന്നെ ഒരു നത്തുവരിയിലുള്ള വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഞാനപ്പം പിന്നെ കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് പിന്നെ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങ് സെറ്റായി. ഞാൻ വേഗം തന്നെ സിങ്ക് ബാക്കിയുള്ള ഭാഗം കൂടെ ഒന്ന് കഴുകിയെടുത്തു. ഇനിയിപ്പോൾ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം. എല്ലാവരും ഭാഗം നമ്മുടെ കിച്ചണൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം മൊത്തത്തിൽ. അപ്പം ഞാനിതാ പിന്നെ നമ്മുടെ മിക്സി ഇടുന്ന ആ ഒരു ഇതില്ലേ, മിക്സീൻ്റെ ജാറ് കൊള്ളുന്ന ആ ഭാഗമൊക്കെ ചിലപ്പം തേങ്ങയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാനതങ്ങനെ ഡെയിലി ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതൊക്കെ തുടച്ചങ്ങ് പോവും. അപ്പോൾ ഏതായാലും അത് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പിന്നെ നമ്മുടെ സ്റ്റവ് ഒന്ന് ക്ലീൻ ചെയ്യണം. ഈ ഒരു സമയത്താണ് എൻ്റെ മെയിൻ ക്ലീനിങ് നടക്കുന്നത്. ഞാൻ നൈറ്റ് അങ്ങനെ ക്ലീൻ ചെയ്യാൻ നിൽക്കില്ല, ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യില്ല. നൈറ്റ് അങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് ഉണ്ടാവില്ല. കാരണം കുക്കിംഗ് ഒക്കെ ഉച്ചയ്ക്കേ കഴിയുമല്ലോ. ഞാൻ നൈറ്റ് ഡിന്നർ ചിലപ്പം ഉച്ചയ്ക്ക് ലഞ്ച് നമ്മുടെ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന ഫുഡ് ഇല്ലെങ്കിൽ മാത്രം ഉണ്ടാക്കും. ചില സമയം പ്രത്യേകമായിട്ടും ഉണ്ടാക്കും. ആ ഒരു സമയത്തേ ക്ലീൻ ചെയ്യാനുണ്ടാവുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിൽ അധികമൊന്നും കുക്കിംഗ് ഉണ്ടാവില്ല. ഈവനിങ് സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് തുടച്ചു വിടും, അത്രേ ചെയ്യുള്ളൂ. ഡീപ്പായിട്ടൊന്നും ക്ലീൻ ചെയ്യില്ല. ഈ ഒരു സമയത്താണ് ഇങ്ങനെ ഉച്ചയ്ക്കത്തെ ലഞ്ചും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നന്നായിട്ടൊന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കിച്ചണൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ അകത്തേക്കെല്ലാം ക്ലീനിങ്ങിനേക്കാണ് പോകുന്നത്. നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മഴേൻ്റെ മുമ്പേ പോകണമെന്ന് ഞാൻ വിചാരിച്ചേ, നോക്കട്ടെ. ചിലപ്പോൾ ഇങ്ങനെ കാലാവസ്ഥ മാറി മാറി വരും. അപ്പം ഞാൻ കുറച്ച് ചെടികളൊക്കെ നനയ്ക്കാനുണ്ടായിരുന്നു. അപ്പം ഞാനൊരു പഴയ ജഗ് ഇതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് നനയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതങ്ങനെ നനച്ചെടുക്കുകയാണ്. ഇത് റൂമിൽ തന്നെയുള്ള അകത്തുള്ള ചെടിയാണ്. അപ്പോൾ അതൊന്ന് നനച്ചെടുത്തിട്ടുണ്ട്. ഞാനതൊരു പിന്നെ കുറച്ച് ദിവസം അങ്ങനെ പുറത്തെടുത്ത് വെച്ചിട്ട് പിന്നെ മഴയൊക്കെ കൊള്ളാൻ വേണ്ടി വെച്ചിനേനും. അപ്പോൾ അതിന് ശേഷം ഇപ്പോഴാണ് നനയ്ക്കുന്നത്. ഒരാഴ്ചയ്ക്കായി അങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇനിയിപ്പം നന്നായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ അധികം ഡെയിലി നനയ്ക്കലില്ല അകത്തുള്ള ചെടികൾ. പിന്നെ ഇപ്പോൾ മഴയും കൂടിയാണല്ലോ, ഒരു വീക്കിലി ഒക്കെ നനയ്ക്കലുള്ളൂ. അപ്പോൾ ഏതായാലും അതൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മണ്ണങ്ങനെ ഡ്രൈ ആവുന്ന സമയത്ത് അങ്ങനെ നനച്ചു കൊടുക്കലാന്നേ. ഇതിപ്പോൾ ഞാനത് ഒന്ന് അടിച്ചു വാരാൻ വന്നതാണ്. ഞാൻ അടിച്ചു വാരുന്ന സമയത്ത് കട്ടിലിൻ്റെ അടി എന്തായാലും അടിച്ചു വാരും. കാരണം എപ്പോഴായാലും അവിടെ പൊടി ഉണ്ടാവും. അപ്പം ഡെയിലി അടിച്ചു വാരുവാണെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, അധികം പൊടികളും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് അടിച്ചു വാരി ക്ലീൻ ആക്കിയിട്ട് വേണം മോനെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട്.
പിന്നെ വലിയ പനിയൊന്നുമില്ല, പക്ഷേ ജലദോഷം ആൾക്ക് നന്നായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പനിയാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനി വരികയാണ്. അപ്പോൾ അതെന്തായാലും കാണിക്കണം. അപ്പം ഞാൻ വേഗം തന്നെ ക്ലീനൊക്കെ ചെയ്ത് കുളിച്ചൊന്ന് പോകാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ മോനേതായാലും ഇന്ന് ഇപ്പം വൈകുന്നേരം ഒന്ന് മേലേക്കാണെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും കുളിപ്പിച്ചിട്ടൊന്നുമില്ല. പിന്നെ വന്നതിന് ശേഷം ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് മേലേക്കണം. അപ്പോൾ ഞാനിതാ ചെടിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം അടിച്ചുവാരി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ വീട്ടിലെ പണികളൊക്കെ തീർത്തിട്ട് പോയി കഴിഞ്ഞാൽ ഒരു ആശ്വാസമാണ്, വന്നു കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. അപ്പോൾ ഞാൻ പിന്നെ എല്ലാം കഴിഞ്ഞ് കുളിച്ച് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ഹോസ്പിറ്റലിലെ വീഡിയോയും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ വന്നതിന് ശേഷമാണ് പിന്നെ ഫുഡൊക്കെ കഴിക്കുന്നത്. ഏകദേശം 2 മണിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ വരാനായിട്ട്. അത്യാവശ്യം തിരക്കുണ്ടേനും, അതുകൊണ്ട് തന്നെ ലേറ്റായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ വീഡിയോ വിളിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ വീഡിയോകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.